ബാബറി മസ്ജിദും മാറാനും പറയുന്ന പശ്ചാത്തലം എന്താണ്? 100% ഞാൻ പറയാം. ബാബറി മസ്ജിദിന്റെ കാര്യം ഞാൻ പറയാം. ബാബറി മസ്ജിദിന്റെ കാലത്താണ് ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് നിരോധിച്ചിട്ടുണ്ട് സാർ. അതിന് RSS CPM എപ്പോഴാണ് വോട്ട് കൊടുത്തത്? എപ്പോ വാങ്ങി? പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞ ബുദ്ധിമുട്ടിലായി. അസത്യം പറയുന്നത് ഓർമ്മിപ്പിച്ചെന്തായി RSSന്റെ കാര്യം പറഞ്ഞത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനസംഘിന്റെ വോട്ട് വാങ്ങി വിജയിച്ചു എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് പച്ചക്കള്ളം പറയുന്നുണ്ട്. RSSന്റെ വോട്ട് കിട്ടി ആ മുന്നണിയിൽ ജയിച്ചു വന്ന ആളാണ് പിണറായി വിജയൻ. അന്നത്തെ ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി ഒരുമിച്ച് മത്സരിച്ച് ഒരേ പാനലിൽ മത്സരിച്ച് KG മാരാരാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിച്ചത്. അങ്ങനെ വന്ന ആളാണിത്. ജനസംഘം ഉണ്ടായിരുന്നോ ജനതാ പാർട്ടി ഉണ്ടാവുമ്പോ? ജനസംഘിനെ പിരിച്ചുവിട്ടല്ലേ ജനതാ പാർട്ടിയിലേക്ക് അന്ന് അടിയന്തരാവസ്ഥ എതിർക്കുന്ന മുഴുവൻ കക്ഷികളും ഒരുമിച്ച് ചേർന്നത്? അന്ന് RSS എന്നും ജനസംഘം എന്നും പറഞ്ഞ് ഏതെങ്കിലും CPMന്റെ നേതാക്കൾക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടോ? ഒടുവിൽ മാരാർ എഴുതുന്ന പുസ്തകത്തിൽ കോലീബിയിൽ ആരുടെ നേതൃത്വമായിരുന്നു? നമ്മുടെ മുന്നിലുള്ളതല്ലേ? എന്നിട്ട് ആ വസ്തുത മറച്ചു വെച്ച് പറയാണ് ജനസംഘം പിരിച്ചുവിട്ടിട്ടും ജനതാ പാർട്ടി വന്നു കഴിഞ്ഞിട്ടും ജനസംഘത്തിന്റെ വോട്ട് വാങ്ങി പിണറായി വിജയൻ ജയിച്ചു എന്നുള്ള പച്ചക്കള്ളമല്ലേ പ്രചരിപ്പിക്കുന്നത്? അതല്ലേ ഇപ്പോൾ സ്മൃതിയും പറഞ്ഞത്? RSSന്റെ വോട്ട് വാങ്ങി RSSന്റെ പിന്തുണയോടുകൂടി CPMന്റെ ഏത് സീറ്റാണ് വിജയിച്ചത്? ഒരെണ്ണം പറയും, ഒരു സീറ്റ് പറയും. എന്നാൽ അങ്ങനെയല്ല പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ പറഞ്ഞത്. ഞാൻ അവിടെയാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ പറഞ്ഞത്. ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മുത്തുനബിയെ വിശ്വസിക്കുന്നവർ ഈ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയില്ല എന്ന നിലപാടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ എങ്ങനെയാണ് ഒരു മതേതര പാർട്ടിയായിട്ട് അംഗീകരിക്കുക? അതാണ് എന്റെ ചോദ്യം. നമ്മളാരും പറഞ്ഞു മതേതര പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദമുള്ള സംഘടനയാണല്ലോ. അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവർ വർഗീയ ശക്തികളാണെന്ന്. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പറയാമല്ലോ, അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താ? ജമാഅത്തെ ഇസ്ലാമി അതൊക്കെ ഉപേക്ഷിച്ചു എന്നാ പറഞ്ഞത്. ഉപേക്ഷിച്ചോ? ഇപ്പോ അതല്ല ഞാൻ കോട്ട് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ വാർത്തയാ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാ. ഷൂറ അംഗമാ. ജമാഅത്തെ ഇസ്ലാമി തള്ളി പറഞ്ഞോ? വെൽഫെയർ പാർട്ടി തള്ളി പറഞ്ഞോ? ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പിണറായി വിജയൻ മലപ്പുറത്തെ കുറിച്ച് പരാമർശം പച്ചക്കള്ളമല്ലേ യഥാർത്ഥത്തിൽ പറയുന്നത്? ഏത് സാഹചര്യത്തിലാണ് മിനിസ്റ്റർ അന്നൊരു പത്രസമ്മേളനത്തിലാണ് മലപ്പുറത്തെ കുറിച്ചുള്ള ഒരു പരാമർശം നടത്തുന്നത്? പിന്നീട് പത്രം തന്നെ ഇത് തിരുത്തി എഴുതി. മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് കൊടുത്ത അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്നുള്ളത് പത്രം തിരുത്തി എഴുതി. അതിന്റെ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിലേക്ക് പോയി. പത്രം അതിന് മാപ്പ് പറഞ്ഞു. ഞങ്ങൾക്ക് എഡിറ്റോറിയൽ പിഴവ് സംഭവിച്ചു എന്നാണ് ദ ഹിന്ദു പറഞ്ഞത്. ഇനി മന്ത്രി പറയുന്ന സാഹചര്യം ഉണ്ടല്ലോ, മുഖ്യമന്ത്രി ഏത് സാഹചര്യത്തിലാണ് പറയുന്നത്? നമ്മളെന്താ അത് വിസ്മരിച്ചു പോയത്? PV അൻവർ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചപ്പോഴല്ലേ പറയുന്നത്? എന്താ PV അൻവർ ഉന്നയിച്ച രാഷ്ട്രീയം? മലപ്പുറത്തെ പോലീസ് RSSുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു PV അൻവറിന്റെ വിമർശനം. അതിന് മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ മറുപടി പറഞ്ഞില്ല. രണ്ടാം ഘട്ടത്തിലൊടുവിൽ നിർബന്ധിതനായപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു, മലപ്പുറത്ത് ഈ സ്വർണം പൊട്ടിക്കലും ഹവാല ഇടപാടുകളും പോലീസ് നിയന്ത്രിക്കുമ്പോൾ ആ പോലീസിനെ RSS വൽക്കരിക്കുന്നതിന് പിന്നിൽ ഒരു യുക്തിയുണ്ട്. അതിന് പിന്നിൽ ചില താല്പര്യങ്ങളാണുള്ളത്. 123 കോടി രൂപയുടെ സ്വർണവും ഹവാലയും മലപ്പുറം ജില്ലയിൽ നിന്ന് പിടികൂടിയ പോലീസാണ് എന്ന് പറഞ്ഞാൽ അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നതായിരുന്നു കണ്ടെത്തൽ. എന്താ മലപ്പുറം എന്ന് എടുത്തു പറയാനുള്ള കാരണം? അവിടെയാണ് PV അൻവർ ആ മലപ്പുറത്തെ പോലീസിനെ കുറിച്ച്, മലപ്പുറത്തുള്ള പോലീസ് സംവിധാനത്തെയാണ് ആക്ഷേപിച്ച് സംസാരിച്ചത്. അതിന് മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതല്ലാതെ മുഖ്യമന്ത്രി വായുവിൽ നിന്നെടുത്ത് മലപ്പുറം എടുത്ത് ചൂണ്ടിക്കാണിച്ചതല്ല. സന്ദീപ് വാര്യരെ പോലെ. സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിന്റെ സെക്രട്ടറിയാ. ആന പാലക്കാട് ചെരിയുമ്പോൾ മലപ്പുറത്തിന്റെ #ടാഗ് മാറ്റില്ലെന്ന് പറഞ്ഞ ആള് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുക. എന്നിട്ട് PV അൻവർ മലപ്പുറം പോലീസിനെ കുറിച്ച് പറഞ്ഞതിന് മറുപടി പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നിട്ട് ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, അത് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതിനെ കുറിച്ച് കൂടി പിണറായി വിജയൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കരിപ്പൂർ വിമാനത്താവളം എവിടെയാണ് ഇരിക്കുന്നത്? മലപ്പുറം ജില്ലയിലാണ്. കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട സ്വർണ്ണക്കടത്ത് നടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പോലീസിനെ PV അൻവർ ആക്ഷേപിച്ചപ്പോഴാണ് മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത്. മലപ്പുറം പോലീസ് പിടികൂടിയത് 123 കോടിയുടെ സ്വർണവും ഹവാലയുമാണ് എന്നുള്ളതാണ്. ഇതാണ് സത്യമെന്നിരിക്കെ ഇതിനെ നേരെ തിരിച്ച് പിണറായി വിജയന്റെ മുകളിലേക്ക് ഇടുക, നേരെ മന്ത്രി സജി ചെറിയാൻ വർഗീയത പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുക. അതിന് പിന്നിലുള്ളത് രാഷ്ട്രീയ ബുദ്ധിയാണ്. BJPയുടെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് BJPയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗും വിജയിക്കുന്നതിന് പിന്നിൽ, മുസ്ലിം ലീഗിലെ ജനപ്രതിനിധികളും വിജയിക്കുന്നതിന് പിന്നിൽ ഒരു അപകടമുണ്ട്. അത് മതേതരമാണോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം വിശദീകരിക്കുന്നു. അവിടെ രാഷ്ട്രീയ വിമർശനമായി ഉൾക്കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് പകരം വീണ്ടും തുടർച്ചയായി അദ്ദേഹത്തിന്റെ പേരിൽ അത് ആരോപിക്കുന്നതിന് പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ സമുദായ സംഘടനകളുടെ ഏകീകരണത്തിലൂടെ പ്രതിരോധത്തിലായി UDF-നെ രക്ഷിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമല്ലേ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല.